வணக்கம் சொந்தங்களே, வெல்கம் டு பொலி ஃபேமிலி சேனல். இன்னைக்கு நான் மட்டும் இல்லை, இங்கே ஒருத்தி தான் ஃபுட்டு சாப்பிட்ருக்கேன். ஃபுல்லாக சாப்பிட்டோம். வயரெல்லாம் என் குழந்தைக்கும் கூட சேர்த்து சாப்பிட்ருக்காங்க. ചോറാ? ടിഫിൻ കഴിക്കലൊക്കെ നിർത്തിയാ? അയ്യോ, ആലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു. രാവിലെ ടിഫിനെ കഴിക്കൂ, ചോറ് കഴിക്കില്ല. ഇതാണ് ഞങ്ങളുടെ ഡയറ്റിന്റെ രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. നല്ലതാണ്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അത്. ഫുൾ പ്രോട്ടീൻ, അയൺ, കാൽസ്യം. ഡോക്ടർ എന്താ പറഞ്ഞിരിക്കണേ? അയൺ ഉള്ള ഫുഡുകൾ. എന്നിട്ട് എവിടെ കഴിക്കണം? ഒന്നും കഴിക്കണില്ല. பேச்சுதான் சொந்தங்களே, ஒன்றும் சாப்பிட மாட்டான். இப்போ சும்மா ஃப்ரூட்ஸ் எல்லாம் வாங்கி வச்சு ஃப்ரிட்ஜில் அப்படியே இருக்கு, ஒண்ணுமே சாப்பிடல. പിന്നെ വേസ്റ്റ് ആക്കി കളയാൻ പറ്റുമോ? എല്ലാം വാങ്ങി കൊടുക്കും, ഒന്നും കഴിക്കണില്ല. അപ്പൊ പിന്നെ சீக்கிரம் சாப்பிடு. இன்னைக்கு ஒரு இடத்துக்கு போறோம், இன்ஜெக்ஷன் எடுக்க போறோம். ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം, ഡോക്ടറിനെ കാണാൻ പോകണം. അപ്പൊ ഇന്നാണ് പോണത്. അപ്പൊ ഇന്നത്തെ വിശേഷം അതാണ്, ഫസ്റ്റ് ടൈം ഇഞ്ചക്ഷൻ കുത്തിവെക്ക പോறோம். നീ ആനനാ മയക്കുവെടി വെക്കാൻ പോണ ഒരു ഇഞ്ചക്ഷൻ എല്ലാരും പண்றதுதான். അല്ല, ഇഞ്ചക്ഷൻ പറഞ്ഞ ചിലതൊക്കെ വേദനിക്കും, ചിലത് വേദനിക്കില്ല. இவ எங்க ஒர்க் பண்றா தெரியுமா? இவ லேப் டெக்னீஷியன். ஒரு நாளைக்கு 50 பேரை குத்தி வைப்பா. இவளுக்கு குத்தி வைக்கணும்னா இவளுக்கு பயம். എനിക്ക് എന്തോ മനുഷ്യന്മാരല്ലേ ഞാനും. ആയിക്കോട്ടെ, ശരി. അപ്പോ இன்னைக்கு அங்க போற விசேஷம் தான். அப்ப போலாமா நமக்கு? Are you ready? സൂചി കുത്താൻ പോകാം. ഫസ്റ്റ് ഡോസ് കുത്തിവയ്പ്പ്. ഇവിടെ എടുക്കണ്ടല്ലോ, വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ അധികം വരാതിരിക്കട്ടെ. ഇപ്പൊ എന്താ വന്നിരിക്കണെന്ന് വെച്ചാൽ ഹെൽത്തിൽ നിന്ന് ഇതുപോലെ ക്ലാസ് ഉണ്ടായിരുന്നു, ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹെൽത്തിൽ വന്നിട്ട് ഇടണം. അവിടെ അംഗനവാടിയിലൊക്കെ വരുമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. നേരെ ഇന്ന് തിങ്കളാഴ്ച വേണ്ടിയിരുന്ന ഹെൽത്തിൽ തന്നെ പോയി ഇടാൻ പറ്റുന്നു. ശരി, വാ. എന്തിനാ ടെൻഷൻ? പോവണ അവിടെ നിന്ന്. എത്ര പ്രാവശ്യം വരണ്ടാണ് ഇനി? How is your feel? അവരിതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കൗതുകത്തോണ്ട്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, പോയിട്ടോ, ഗുഡ് ബൈ. എവിടെയാണ് കുത്തി? ഷോൾഡറില ഒരുപാട് പേരെ കുത്തിയതല്ലേ? പറ്റില്ല അല്ലേ? ശരി, ഇരിക്കണം. എന്നെ ഉപദ്രവിച്ചതിനുള്ള പരിഹാരം ഇങ്ങനെ കിട്ടി, എൻ്റെ കുട്ടീനൂടെ കിട്ടി. പിന്നെ കൈ എടുക്കുന്നത് മനസ്സിലായി. നീ എന്താ ജിമ്മിന് പോണം? ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം 50 പേരിനെ കുത്തിവെക്കുന്ന ആള്. 50 പേരിനെ കുത്തണോ 100 പേരെ കുത്തണമെന്നുള്ളതല്ല. എന്നിട്ട് മാസ്ക് കഴിക്കി ഹോസ്പിറ്റലിൽ വന്നു. അവനവനൊരു കുത്ത് കിട്ടിയപ്പോ മുഖത്ത് സങ്കടം. അയ്യോ, ഞാൻ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടോ? എനിക്ക് എപ്പോഴും പേടി തന്നെ, എനിക്ക് എപ്പോഴും പേടിയാണ്. ഞാൻ ഇതുപോലെ ലാബിൽ അച്ഛനും അമ്മനൊക്കെ കൂട്ടിയിട്ട് പോകാൻ അവർ ലാബ് ടെക്നീഷ്യനാണ്. അപ്പം എന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ശരി, എനിവേ എനിക്ക് ഓഫീസ് പോകാൻ ടൈമായി. ഇവർക്കൊന്നും ഇഞ്ചക്ഷൻ ഒന്നുമില്ല, ഞങ്ങൾക്ക് മാത്രമല്ല ഇഞ്ചക്ഷനും മുത്തലും എടുക്കലും ഒക്കെ. പ്രാരാബ്ദങ്ങൾ കൂടുതലല്ലേ, ഒരു വീടിനെ താങ്ങി നിർത്തുന്നത് നല്ല ഭർത്താക്കൾ. അത് വേറെ, ഇത് വേറെ. ശരി, എനിവേ എനിക്ക് ഓഫീസ് പോകാൻ ടൈമായി, ഓൾറെഡി ഡിലേ ആയി. അപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ്. ഇനി വൈകുന്നേരം ഓഫീസിൽ ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ കാണണം. മഞ്ചോ, എൻ്റെ കൈ, അയ്യോ അയ്യ. അവർ പറഞ്ഞിട്ടില്ല ഈ സമയത്ത് പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കാൻ, അങ്ങനെ അങ്ങനെയൊക്കെ ഹോർമോൺ ചെയ്യും. ഒരു പ്രാന്ത് പോലെയൊക്കെ ആയിരിക്കും ഇനി കുറച്ച് ദിവസം.
നോക്കി ഇതൊക്കെ എനിക്ക് ആവശ്യമാണ്, കേൾക്കണം ഞാൻ. സീക്രമായി കുളതയെ പെത്തക്കുടറി എനിക്ക് അവൻ പോതും. ഞാൻ വീട്ടിൽ അങ്ങനെ പോയിരിക്കും, എൻ്റെ വീട്ടിൽ. அதுக்கப்புறம் நீ எங்கே வேணாலும் போ. சும்மா சொன்னேன். അപ്പോൾ സ്വന്തങ്ങളെ ഇന്നേക്ക് ഇതാണ് വ്ളോഗ്. ഇതുക്കപ്പുറം ഇവളെ വീട്ടിലെ വിട്ട് അടുത്ത മാസമാണ്, ഒന്നെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട്. ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത കുത്തിവെപ്പ്. 2 എണ്ണം ഉണ്ടാവുള്ളൂ. ഇത് മതി. சரி, நீ வேகம் கொண்டு போய் சீக்கிரம் வீட்டில் விட்டு நான் ஆஃபீஸுக்கு கிளம்ப போகிறோம், ஒர்க் இருக்குது. അപ്പോൾ അതാ ഇന്നേക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഷൂട്ടിങ്ങിനൊന്നും സംഭവിച്ചില്ല, കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അറിയാലോ ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ല. പ്രൈവറ്റ് ആണെങ്കിൽ അതൊക്കെ ചെയ്യാറുണ്ട്. ശരി, അധികം നേരം ഇവിടെ നിൽക്കണ്ട, കാരണം ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ജലദോഷം പനിയൊക്കെ ആയിട്ട് വന്നിട്ട് ടയർഡായതല്ലേ. എനിക്ക് പുരുഷൻ്റെ വക ഒരു ആപ്പിൾ ജ്യൂസ്. ഓക്കെ, ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് ആപ്പിൾ ജ്യൂസ് പാലിട്ട് കുടിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ശരി, അതെടുക്കാം. ആദ്യം നീ കഴിക്കാന്നെങ്കിലും വാ, എനിക്ക് വിശന്നിട്ട് വയ്യ. Come on, let's go. പിന്നെ നന്നായിരിക്കും, കഴിച്ച് നോക്ക്. എന്താ നിനക്ക് ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തോ, പക്ഷെ കഴിക്കണം കേട്ടാ. ഏത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? അതൊക്കെ ഹെൽത്തിന് നല്ലതാണ്. ഇപ്പോൾ മെയിൻ ആപ്പിള് ഇതാ മെയിൻ ഐറ്റം. നല്ല നോക്കിയെടുക്ക്. ഇതൊക്കെ ഞാൻ എടുത്തുതരാം. ഒന്നങ്ങളെ അവൾക്ക് ഫ്രൂട്ട്സ് നോക്കാൻ അറിയില്ല, ഞാൻ എടുത്തുതരാം. എന്താ പിടിച്ചോ, ഫ്രൂട്ട്സ് നോക്കിയെടുക്കാൻ അത്തിപ്പഴം കണ്ടിട്ടില്ല. അതെന്താ സാധനം? ഞാനൊരു റീലിങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. ഗോൾഡൻ ബെറിയോ? ഇത് ഗോൾഡൻ ബെറിയാണ്. ആണോ? കഴിക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഛർദിക്കും. അല്ലെങ്കിൽ ഇതാണ് അത്തിപ്പഴം, ഫിഗ്. വിചാരിച്ചെന്തറിയോ, താമരയിലൊക്കെ ഉണ്ടാവില്ലേ, നൈസ്. അതെനിക്ക് എന്താ മേടിച്ചത് വെറൈറ്റി അത്തിപ്പഴമാണ്. അത്തിപ്പഴം ഗൾഫിലൊക്കെ കിട്ടുന്ന അതാണ്. ഓറഞ്ച് എടുക്കാം, എടുത്തോ. ജ്യൂസ് അടിച്ചിരുവോ? ഓ, എന്താ പറഞ്ഞാ സബർ ജെല്ലി പോലെ. ഗൈസ്, ഞങ്ങൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി, വീടെത്തി. അപ്പൊ ഇന്ന് 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് പർച്ചേസും പിന്നെ മെയിനായിട്ട് ഇഞ്ചക്ഷൻ അവിടെ തൊടാൻ വാക്സിനേഷൻ. അപ്പൊ ആദ്യത്തെ കുത്തിവയ്പ്പ് കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയാക്കി അല്ലേ? ഇനി അടുത്ത കുത്തിവയ്പ്പ് എപ്പോഴാണ്? 1 മാസം കഴിഞ്ഞ. 1 മാസം ഉണ്ട് അല്ലേ? 1 മാസം ഉണ്ട് ഗൈസ് ഗ്യാപ്പ്. അപ്പൊ ഇനി ഒന്നുമില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കില് ഒന്ന് സ്കാനിങ്ങിന്റെ ഒന്നുണ്ട്. ഒരു 3 months, ഏകദേശം 3 months ഡേറ്റ് ആവാൻ പോവാണ്. അത് 12-ാം തീയതിന്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ പോയാൽ മതി. അപ്പോഴാണ് 3 മാസം സ്കാനിങ്ങിന്റെ. അപ്പോഴാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്. ഇവള് പറയണോ നോക്കാം. അല്ല, പൊതുവെ അങ്ങനെയാണ് അതൊക്കെ പറയും, വീഡിയോകളൊക്കെ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ കണ്ടത്. അപ്പൊ എന്തായാലും അത് നോക്കാം. പിന്നെ അടുത്ത വീഡിയോ അതാണ്, ഇൻട്രസ്റ്റഡ് വീഡിയോ ആണ്. അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. മാക്സിമം നോക്കാം, അവരോട് ചോയ്സ് നോക്കാം. പുതിയ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലാണ് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ പുതിയൊരു ഹോസ്പിറ്റൽ ആലപ്പുഴ പോയി നോക്കാം. 3-4 ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്ത്. അതെ അതെ. അപ്പൊ എനിവേ ഓക്കെ, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പോ ഞങ്ങളുടെ ചാനൽ ഇപ്പൊ ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട് തന്നെ അല്ലേ? ഏത് 1 വീക്ക് ആയിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട്. അതിന് ടൈമും കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് വേണല്ലോ വീഡിയോ ഇടാൻ, വെറുതെ കണ്ടന്റ് വേണല്ലോ. ഇനി നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ വീട്ടില് കുറച്ച് കലകലപ്പായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ കുഞ്ചാപ്പി വരാൻ പോവാണ്, അറൻ വരാൻ പോവാണ്, മിനി വരാൻ പോവാണ്, പ്രദീപ് വരാൻ പോവാണ്. ഇനിയെല്ലാം വ്ളോഗെല്ലാം താറുമാറായിരിക്കും. അപ്പൊ പുതിയ വീഡിയോയില് നമുക്ക് പാക്കണം. ഓക്കെ, അപ്പൊ ഗുഡ് ബൈ.